എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ ഒന്നാമത്തെ സർഗം, ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോണ ശ്ലോകങ്ങൾ 14 മുതൽ 18 വരെയുള്ളതാണ്. ഇതിലൊക്കെ അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശ്രീരാമനെ പറ്റിയിട്ടുള്ള ഗുണഗണങ്ങൾ നാരദൻ വാൽമീകിയോട് പറയണതായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല, ഇനിയും അത് തുടരുകയാണ്. നമുക്ക് 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയായിട്ടും അർത്ഥം നോക്കി പോവാം. ശ്ലോകം നോക്കാം. രക്ഷിതാ സ്വസ്യ ധർമ്മസ്യ സ്വജനസ്യ ച രക്ഷിതാ വേദവേദാംഗതത്വജ്ഞോ ധനുർവേദേ ച നിഷ്ഠിത സർവശാസ്ത്രാർത്ഥതത്വജ്ഞ സ്മൃതിമാൻ പ്രതിഭാനവാൻ സർവലോകപ്രിയ സാധുരദീനാത്മാ വിചക്ഷണ സർവദാഭിഗത സദ്ഭി സമുദ്ര ഇവ സിന്ധുഭി ആര്യ സർവസമശ്ചൈവ സദൈവ പ്രിയദർശന സച സർവഗുണോപേത കൗസല്യാനന്ദവർദ്ധന സമുദ്ര ഇവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാനിവ വിഷ്ണുനാ സദൃശോ വീര്യേ സോമവത് പ്രിയദർശന കാലാഗ്നിസദൃശ ക്രോധേ ക്ഷമയാ പൃഥിവീ സമ. ഇത്രയും ശ്ലോകങ്ങളാണ് 14 മുതൽ 18 വരെ വരണത്. ഇതിൽ ഓരോ വാക്കുകളും ശ്രീരാമൻ്റെ ഗുണങ്ങൾ വർണ്ണിക്കുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസം ശരീരത്തിൻ്റെ വലിപ്പവും കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ അളവും നീളവും ഒക്കെയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഇനി നമ്മൾ പറയണത് ശ്രീരാമൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ ശ്രീരാമൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഗുണഗണങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. രക്ഷിത സ്വസ്യ ധർമ്മസ്യ, ഏറ്റവും ആദ്യം പറയണത് അവരവരുടെ ധർമ്മത്തിനെ രക്ഷിക്കുന്നവൻ, അതാണ് രക്ഷിത സ്വസ്യ ധർമ്മസ്യ. തൻ്റെ ക്ഷത്രിയ ധർമ്മം, ശ്രീരാമൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനാണ്, ആ ധർമ്മത്തെ വേണ്ടതുപോലെ പരിപാലിക്കുന്നവനാണ് എന്നാണ് നാരദൻ പറയണത്. അതായത് ഇപ്പോൾ ശ്രീരാമനെ പറ്റിയിട്ട് നാരദൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രീരാമൻ്റെ ജീവിതം കുറേ അധികം അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു. ചെറിയ പ്രായം, ബാലകാണ്ഡം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലമാണെന്ന് ആദ്യമേ തന്നെ വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് ശരിക്കും നമ്മൾ പറയണത് പോലെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് കഥ വരണത്. ആദ്യം തന്നെ പറഞ്ഞുല്ലോ, വാൽമീകിയുടെ ശിഷ്യന്മാരായിട്ടുള്ള ലവകുശന്മാർ, ശ്രീരാമൻ്റെ 2 പുത്രന്മാർ, ശ്രീരാമൻ്റെ യാഗസന്നിധിയിൽ ചെന്നിരുന്ന് പാടിയ കാവ്യമാണ് ഈ ഗീതമാണ് രാമായണം, വാൽമീകി രാമായണം എന്ന് പറഞ്ഞു. അപ്പോൾ കഥ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീരാമൻ്റെ സ്വഭാവം മുഴുവനും ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നാരദൻ അങ്ങനെ തന്നെ പറഞ്ഞത്. സ്വസ്യധർമ്മസ്യ, തൻ്റെ ധർമ്മത്തിൻ്റെ, അതായത് ക്ഷത്രിയ കുലധർമ്മം മുഴുവനും പരിപാലിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആളാണ് ഈ ശ്രീരാമൻ. സ്വസ്യധർമ്മസ്യ രക്ഷിത. അതുമാത്രമല്ല, പിന്നെ എങ്ങനെയുള്ള ആളാണ്? സ്വജനസ്യ ച രക്ഷിത. സ്വജനങ്ങൾ, അതായത് ധർമ്മത്തെ മാത്രം പരിപാലിച്ചാൽ പോരാ. ചില സമയങ്ങളിൽ ധർമ്മത്തിനെ നോക്കാൻ പറ്റില്ല, അവരവരുടെ ആൾക്കാരെ രക്ഷിക്കണം. തനിക്ക് വേണ്ടി ജീവിച്ചവർ, അച്ഛൻ്റെ ഒപ്പം ജീവിച്ച് തനിക്ക് വേണ്ടി ജീവിക്കുന്ന വലിയ വലിയ പദവിയിലിരിക്കുന്നവർ, അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ ത്യജിച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഉറക്കമുണ്ടാവില്ല, ഊണുണ്ടാവില്ല. രാജ്യമെന്ന് വിചാരിച്ചിട്ട് അച്ഛനോടും മുത്തച്ഛനോടും ഒപ്പമൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെയാണ് സ്വജനം എന്ന് പറഞ്ഞത്, അല്ലാതെ വെറുതെ ഒരു ബന്ധുജനം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. അവരെയൊക്കെ തന്നെ രക്ഷിക്കാൻ വേണ്ടി സദാ സന്നദ്ധനായിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള ആളാണ് ശ്രീരാമൻ. മാത്രമല്ല, വേദാംഗതത്വജ്ഞ, വേദങ്ങളുടെയും വേദാംഗങ്ങളുടെയും തത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഇവിടെയൊന്നും പദച്ഛേദം കാര്യമായിട്ട് പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളൊക്കെ തന്നെയാണ്. അതാണ് വാൽമീകി മഹർഷിയുടെ പ്രത്യേകത. പുതിയതായിട്ടുള്ള വാക്കുകളൊന്നും ധാരാളമായിട്ട് പ്രയോഗിക്കാതെ തന്നെ ഇത്ര വലിയൊരു മഹാകാവ്യം എഴുതാൻ പറ്റും എന്ന് തെളിയിച്ചു തന്നിരിക്കുകയാണ് ആദികവി. അപ്പോൾ ഇവിടെ പറയാണ്, വേദാംഗ തത്വജ്ഞനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ, അതോടൊപ്പം തന്നെ അറിയാനുള്ളതായ സകല വിഷയങ്ങളും നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ധനുർവേദേച്ച നിഷ്ഠിത,
മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ധനുർവേദം നന്നായി പഠിച്ചിട്ടുണ്ട്. വെറുതെ ഒരു പഠനം മാത്രമല്ല, തിയറി മാത്രം പഠിച്ചു വച്ചിരിക്കുകയല്ല, അതെങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരണം എന്നുള്ളതും നന്നായിട്ട് അറിയണ ഒരാളാണ്. അതാണ് ധനുർവേദേച്ച നിഷ്ഠിത. തൻ്റെ കയ്യിലുള്ളതായ വിദ്യകളൊക്കെ വേണ്ടതുപോലെ പ്രയോഗിക്കാൻ വശമുള്ള ഒരാളാണ് ശ്രീരാമൻ എന്നുള്ളതാണ് ഈ ഒരു 14-ാമത്തെ ശ്ലോകം കൊണ്ട് വിദ്യയുടെ ആ ഒരു പ്രാഗൽഭ്യം അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അടുത്തതായിട്ട് പറയണത് സർവശാസ്ത്രാർത്ഥ തത്വജ്ഞ സ്മൃതിമാൻ പ്രതിഭാനവാൻ സർവലോകപ്രിയ സാധു അധീനാത്മാ വിചക്ഷണ. ഇനി ധനുർവേദം മാത്രമൊന്നുമല്ല, സകല ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ട്. അതായത് ന്യായം, വേദാന്തം, വ്യാകരണം തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള അറിവുകളും ശ്രീരാമചന്ദ്രനുണ്ട്. അതാണ് പറഞ്ഞത് സർവശാസ്ത്ര അർത്ഥതത്വജ്ഞ. എല്ലാ ശാസ്ത്രങ്ങളുടെയും സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം ഗ്രഹിച്ചിട്ടുള്ള ആളാണ് ശ്രീരാമൻ. മാത്രമല്ല സ്മൃതിമാൻ, നല്ല ഓർമ്മശക്തിയുണ്ട്. കുട്ടിക്കാലത്ത് താൻ ചെയ്തിട്ടുള്ളത്, തനിക്ക് വേണ്ടി ഉപകാരം ചെയ്തിട്ടുള്ളവർ, തന്നെ ആക്രമിച്ചവരെ ഇതെല്ലാം ഓർത്തു വയ്ക്കുക. അറിവ് എന്ന് പറയുന്നത് തന്നെ ഓർമ്മയുടെ മറ്റൊരു രൂപമാണ്. പഠിച്ചതൊക്കെ ഓർത്തു വയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അറിവ് എന്നുള്ളത് ഓർമ്മ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും കൂടിയാണ് അറിവ്. അല്ലാതെ ഇന്ന് പഠിച്ചത് ഇന്ന് തന്നെ മറന്നുപോയി എന്നുണ്ടെങ്കിൽ ആ ആളെ സ്മൃതിമാൻ എന്നോ ശാസ്ത്രാർത്ഥ തത്വജ്ഞൻ എന്നൊന്നും പറയാനും പറ്റില്ല. അതാണ് സർവശാസ്ത്രാർത്ഥ തത്വജ്ഞനുമാണ്, സ്മൃതിമാനുമാണ്. മാത്രമല്ല ഓർമ്മശക്തി മാത്രമൊന്നുമല്ല ഭഗവാന്, പിന്നെന്താണുള്ളത്? പ്രതിഭാനവാൻ, നല്ല പ്രതിഭയുള്ള ആളാണ്, നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളാണ്, അറിവിനെ എങ്ങനെ പ്രയോഗിക്കണം എന്ന് നന്നായിട്ട് അറിയുന്നവനാണ്. അതാണ് പ്രതിഭാനവാൻ, പ്രതിഭയുള്ള ആൾ. പ്രതിഭ എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് പ്രതിഭാനം. നന്നായിട്ട് ഓർമ്മ, അതായത് അറിവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പ്രതിഫലിക്കുന്ന അങ്ങനെയുള്ള ആളാണ് പ്രതിഭാനവാൻ എന്ന് പറയണത്. മറ്റൊന്ന് സർവലോകപ്രിയ. അങ്ങനെയുള്ള ശ്രീരാമന് എതിരാളികൾ ആരും തന്നെ ഇല്ല. അതാണ് നാരദൻ പറയണത് സർവലോകപ്രിയ. സർവലോകങ്ങൾക്കും സകല ജനങ്ങൾക്കും പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് കൈകേയിക്ക് മാത്രം ഒരു എതിർപ്പ് വന്നത്? അതൊരു താൽക്കാലികമായിട്ടുള്ള എതിർപ്പായിരുന്നു. അത് പെട്ടെന്ന് തുടങ്ങുകയും ചെയ്തു, പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു. അതാണ് നമുക്ക് ആ കഥയിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുക. ശ്രീരാമൻ തിരിച്ചു വന്നിട്ട് കൈകേയിയെ, ഭരതൻ്റെ അമ്മയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൈകേയിയെ ആശ്വസിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൈകേയിക്കും താൽക്കാലികമായിട്ടുള്ള ആ സ്വാർത്ഥ ബുദ്ധി കൊണ്ട് ശ്രീരാമനോട് ദേഷ്യം വന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ആർക്കും ശ്രീരാമനോട് യാതൊരു പരിഭവമോ ദേഷ്യമോ ഇല്ല എന്നുള്ളതാണ് സർവലോകപ്രിയ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് സാധു. സാധു എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ സാധു എന്നല്ല, സംസ്കൃതത്തിലെ സാധു എന്ന് പറഞ്ഞാൽ നല്ലത് അല്ലെങ്കിൽ നല്ല ആള് എന്നർത്ഥം. നല്ലവൻ എന്നുള്ള അർത്ഥത്തിലാണ് സാധു എന്ന് പറയുന്നത്. സാധു അതുമാത്രമല്ല അധീനാത്മാ. ദീനത എന്ന് പറഞ്ഞാൽ കഷ്ടതയാണ്, ക്ഷീണം, വയ്യായിക, അല്ലെങ്കിൽ ഒന്നിനൊരു ഉത്സാഹമില്ലായ അതിനെയൊക്കെ ദീനത, ദൈന്യം എന്നൊക്കെ പറയാം. അതൊട്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവൻ, അതാണ് അധീനാത്മാ. ഒട്ടും ദൈന്യം ഇല്ലാത്ത ഒരാളാണ്, ഗംഭീരമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയവനാണ്. മാത്രമല്ല വിചക്ഷണ, നല്ല സമർത്ഥനാണ്. ഏതൊരു കാര്യവും ഏറ്റെടുത്താൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനുള്ള കഴിവുള്ളവൻ, അതിസമർത്ഥനുമാണ് ഭഗവാൻ എന്നാണ് ശ്രീരാമചന്ദ്രൻ എന്നാണ് ഇവിടെ പറയണത്. അതാണ് സാധു അധീനാത്മാ വിചക്ഷണ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി 16-ാമത്തെ ശ്ലോകം. സർവദാ അഭിഗത സദ്ഭി സമുദ്ര ഇവ സിന്ധുഭി ആര്യ സർവസമ ച ഏവ സദാ ഏവ പ്രിയദർശന. അടുത്തതും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയുള്ള ശ്ലോകമാണ്. സർവദാ അഭിഗത, സർവദാ എല്ലായ്പ്പോഴും, സദാ അതന്നെയാണ് സർവദാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. എല്ലായ്പ്പോഴും സജ്ജനങ്ങൾ ഇങ്ങനെ ശ്രീരാമൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ അവിടെ ഒരു ഉപമാലങ്കാരം കൂടി കവി പ്രയോഗിക്കുന്നുണ്ട്. സിന്ധുഭി സമുദ്ര ഇവ, സിന്ധുക്കളാൽ, സിന്ധു എന്നുള്ളതിന് നദികൾ, പുഴകൾ എന്നർത്ഥം. പുഴകളാൽ സമുദ്രം എന്നതുപോലെ പുഴകൾ ഏത് സമയവും സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സജ്ജനങ്ങൾ, ആര്യന്മാരെല്ലാവരും തന്നെ ശ്രീരാമൻ്റെ അടുത്തേക്ക് ഇങ്ങനെ
പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. സമുദ്രത്തിനെ പോലെ സജ്ജനങ്ങളാൽ സദ്ഭി സർവദാ അഭിഗത. എങ്ങനെയാണോ പുഴകൾ ചെന്ന് സമുദ്രത്തിൽ യോജിക്കുന്നത്, അതുപോലെ സജ്ജനങ്ങളൊക്കെ തന്നെ എവിടെയായാലും ശ്രീരാമനുമായിട്ട് ചേർന്നു പോകുന്നു. സദ്ഭി സർവദാ അഭിഗത. സജ്ജനങ്ങളാൽ ചേർന്നു പോകുന്നവനാണ് ശ്രീരാമൻ. അതിനൊരു ഉദാഹരണമെടുത്ത് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ആര്യനാണ്. ആര്യൻ എന്നുള്ള വാക്കിനർത്ഥം ശ്രേഷ്ഠനാണ്. ഈ ഏറ്റവും സജ്ജനങ്ങളോട് കൂടി നിൽക്കുമ്പോൾ ആ ആൾക്ക് എപ്പോഴും ശ്രേഷ്ഠനായിട്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഏറ്റവും ഉത്തമനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് വർത്തിക്കുന്നവനാണ് ആര്യനാണ്. മാത്രമല്ല സർവസമ ച ഏവ, എല്ലാവരെയും ഒരേപോലെ കാണുന്നവനാണ്. തൻ്റെ ആൾക്കാർ, വേറൊരാളുടെ ആൾക്കാർ, അല്ലെങ്കിൽ മറ്റുള്ളവർ, തൻ്റെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വേറെ 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 കാണുന്ന ഒരാളല്ല ശ്രീരാമൻ. എല്ലാവരെയും തുല്യമായിട്ട് കാണാൻ കഴിയുന്നവനാണ് ശ്രീരാമൻ. സർവസമ ച, മാത്രമല്ല സദാ ഏകപ്രിയദർശന, എല്ലായ്പ്പോഴും സദാ ഏവ ഏകപ്രിയദർശന, പ്രിയമായി മാത്രം കാണപ്പെടുന്നവൻ. എല്ലാവർക്കും ആ ശ്രീരാമനെ പ്രിയത്തോടു കൂടി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ സർവലോകപ്രിയനാണ്. അതുപോലെ തന്നെ എല്ലാവരാലും വളരെ പ്രിയത്തോടു കൂടി മാത്രം കാണപ്പെടുന്നവനുമാണ്. സദാ, എല്ലായ്പ്പോഴും തന്നെ. അതായത് അദ്ദേഹത്തെ ഒരു ദേഷ്യപ്പെട്ട മുഖത്തോടു കൂടിയിട്ട് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് സദാ ഏവ പ്രിയദർശന, എല്ലായ്പ്പോഴും പ്രിയമായ ദർശനത്തോടു കൂടിയവനാണ്, കാണാൻ വളരെ സുന്ദരനാണ് എന്നൊക്കെ അർത്ഥം. ഇനി അടുത്ത 17ാമത്തെ ശ്ലോകമാണ്. സ ച സർവഗുണോപേത കൗസല്യ ആനന്ദവർദ്ധന സമുദ്രൈവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാൻ ഇവ. അങ്ങനെയുള്ള ശ്രീരാമനുണ്ടല്ലോ, ആ ശ്രീരാമൻ സർവഗുണോപേത, എല്ലാ ഗുണഗണങ്ങളും ചേർന്നവനാണ്, എല്ലാ ഗുണങ്ങളും ഉള്ളവനാണ്. ഇപ്പോൾ പറഞ്ഞതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഗുണഗണങ്ങളുണ്ടോ? അതൊക്കെ തന്നെ നന്മയുള്ള ഗുണങ്ങൾ, അതൊക്കെ തന്നെ ശ്രീരാമനിലുണ്ട്. അതാണ് സച സർവഗുണോപേത. അങ്ങനെയൊക്കെയുള്ള ശ്രീരാമൻ പ്രത്യേകിച്ച് കൗസല്യയ്ക്ക് ആനന്ദത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നവനാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കൗസല്യയുടെ പുത്രനാണ്. കൗസല്യയ്ക്ക് ഏറ്റവും ആനന്ദം ഉണ്ടാവുന്നത് തൻ്റെ പുത്രനെ കാണുമ്പോഴാണല്ലോ. അതുകൊണ്ട് കൗസല്യയ്ക്ക് എപ്പോഴും ആനന്ദത്തെ വളർത്തുന്നവനാണ്. അങ്ങനെയുള്ള ആളാണ്, അങ്ങനെയുള്ള ആ ശ്രീരാമൻ. കൗസല്യ ആനന്ദവർദ്ധന, ആ ശ്രീരാമനുണ്ടല്ലോ വീണ്ടും സമുദ്രത്തെ പോലെയാണെന്ന് പറയാണ്. സമുദ്രൈവ ഗാംഭീര്യേ, ഗാംഭീര്യേ സമുദ്ര ഇവ, ഗാംഭീര്യം കൊണ്ട് സമുദ്രത്തെ പോലെയാണ്. ഗാംഭീര്യം എന്ന് പറഞ്ഞാൽ ആഴമാണ്. വെറുതെ ഒരു പരന്ന സ്വഭാവം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നല്ല ആഴമുണ്ട്. എത്ര കണ്ട ആഴമുണ്ട് ആ സ്വഭാവത്തിന് എന്നുള്ളത് അളക്കാനേ സാധിക്കില്ല. സമുദ്രം പോലെയാണ് അതിങ്ങനെ. പല കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കാനും ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തേക്ക് എടുക്കാനും ആവശ്യമില്ലെങ്കിൽ അത് പറയാതിരിക്കാനും ഒക്കെയുള്ളതായ മര്യാദകൾ കാത്തു സൂക്ഷിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഒരു രാജാവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്നാണ് ഗാംഭീര്യം. അതാണ് ഗാംഭീര്യേ സമുദ്രം ഇവ, സമുദ്ര ഇവ, സമുദ്രത്തിനോട് തുല്യമായ ഗാംഭീര്യത്തോടു കൂടിയവനും. അതുപോലെ ധൈര്യേണ ഹിമവാൻ ഇവ, ധൈര്യത്തിൻ്റെ കാര്യത്തിൽ ഹിമവാനെ പോലെയുള്ളവൻ. അതായത് ധൈര്യം, സ്ഥൈര്യം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹിമവാനെ ഉപമിച്ചത് എന്തിനാണ്? എന്ത് വന്നാലും കുലുങ്ങില്ല, എന്ത് വന്നാലും പേടിയില്ല, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ വന്നാലും വേണ്ടില്ല, ഹിമവാന് അല്പം പോലും മാറ്റങ്ങളില്ല, അല്പം പോലും ഇളക്കം തട്ടില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ധൈര്യത്തിൽ ഹിമവാനെ പോലെയും ഗാംഭീര്യത്തിൽ സമുദ്രത്തിനെ പോലെയും എന്നൊക്കെ ഉപമകൾ കൊണ്ടുവരണത്. ഇനി അടുത്തൊരു ശ്ലോകം കൂടിയുണ്ട്, 18ാമത്തെ ശ്ലോകം. അതിൻ്റെ അന്വയം നമുക്ക് എല്ലാവർക്കും അറിയാം. പദച്ഛേദം എങ്ങനെയാണ് വരിക? വിഷ്ണുന സദൃശ വീര്യേ സോമവത് പ്രിയദർശന കാലാഗ്നി സദൃശ ക്രോധേ ക്ഷമയാ പൃഥിവീ സമ. ആ ശ്രീരാമൻ വിഷ്ണുന സദൃശോ വീര്യേ, വീര്യത്തിൻ്റെ കാര്യത്തിൽ
ഗാംഭീര്യത്തിൻ്റെ കാര്യത്തിലും ധൈര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു. വീര്യത്തിൻ്റെ കാര്യത്തിൽ പരാക്രമം, ഒരാൾ ആവശ്യമില്ലാതെ ആക്രമിക്കുകയോ മറ്റോ ഒക്കെ ചെയ്താൽ ആ ആളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ എപ്രകാരമാണോ വിഷ്ണു ഉള്ളത് അപ്രകാരം തന്നെയാണ് ശ്രീരാമനും. അതാണ് വീര്യേ വിഷ്ണുനാ സദൃശ. വീര്യത്തിൻ്റെ കാര്യത്തിൽ വിഷ്ണുവിനെ പോലെയുള്ളവനും, അതുപോലെ തന്നെ സോമവത് പ്രിയദർശന, സോമനെ പോലെ, സോമൻ രണ്ടർത്ഥം പറയാം. ശിവനെ പോലെ, ഉമയാ സഹ വർത്തതേതി സോമ എന്നും പറയാം, ചന്ദ്രനെയും പറയാറുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ചന്ദ്രനെ പോലെ പ്രിയദർശനനാണ്, കാണുമ്പോൾ ഒരു തീക്ഷ്ണതയൊന്നുമില്ല. അതുകൊണ്ട് ചന്ദ്രനെ പോലെ പ്രിയദർശനത്തോടു കൂടിയവനും. എന്നാൽ ഇതൊക്കെ ഈ ഗുണഗണങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ക്രോധം വന്നു ചേർന്നാലോ, ക്രോധേ, ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ കോപം വന്നാൽ കാലാഗ്നി സദൃശ, കാലാഗ്നി എന്ന് പറഞ്ഞാൽ പ്രളയകാലാഗ്നി. പ്രളയകാലത്തെ എങ്ങനെയാണോ അഗ്നി വന്ന് ഈ ലോകത്തെ മുഴുവനും ചുട്ടെരിച്ച് ചാമ്പലാക്കുന്നത്, അതുപോലെയാണ് ശ്രീരാമന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തെ മുഴുവനും ചുട്ടെരിക്കുന്നതായിട്ടുള്ള കോപമുള്ള ആളാണ്. പക്ഷെ അങ്ങനെയൊന്നും പെട്ടെന്ന് കോപിക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയും വാക്കുകൾ കൊണ്ട് എവിടെയും ശ്രീരാമൻ്റെ ദേഷ്യത്തെ പറ്റിയിട്ട് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് കാലാഗ്നി സദൃശ ക്രോധേ. എന്നാൽ ക്ഷമയാ, ക്ഷമിക്കുന്ന കാര്യത്തിലോ പൃഥ്വീ സമ, പൃഥ്വിയെ പോലെ, ഭൂമിയോളം ക്ഷമ മറ്റാർക്കുമില്ല. എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ നടത്തിയാലും ഭൂമി അത്ര പെട്ടെന്നൊന്നും പ്രതികരിക്കില്ല. എന്നാൽ പ്രതികരിച്ചാൽ ചിലപ്പോൾ മനുഷ്യരെ കൊണ്ട് തടഞ്ഞു നിർത്താനും പറ്റില്ല. എന്നാലും ക്ഷമ ഭൂമിയോളം എന്നാണ് ഒരളവായിട്ട് നമ്മളെല്ലാവരും പറയാറുള്ളത്. അത്രയ്ക്ക് ക്ഷമ ഉള്ളവനായിട്ടുള്ള അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ പറ്റിയിട്ടാണ് ഞാനിതാ അങ്ങേക്ക് പറഞ്ഞു തരുന്നത് എന്നാണ് പറയണത്. ബാക്കി ശ്രീരാമൻ എന്തൊക്കെയാണ് സംഭവിച്ചത്, ആദ്യകാലത്ത് എന്തൊക്കെ ഉണ്ടായത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം നോക്കാം. നമുക്ക് ഇന്ന് 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. രക്ഷിതാ സ്വസ്യ ധർമ്മസ്യ സ്വജനസ്യ ച രക്ഷിതാ വേദവേദാംഗതത്വജ്ഞോ ധനുർവേദേ ച നിഷ്ഠിത സർവശാസ്ത്രാർത്ഥതത്വജ്ഞ സ്മൃതിമാൻ പ്രതിഭാനവാൻ സർവലോകപ്രിയ സാധുരദീനാത്മാ വിചക്ഷണ സർവദാഭിഗത സദ്ഭിः സമുദ്രൈവ സിന്ധുഭിः ആര്യ സർവസമശ്ചൈവ സദൈവ പ്രിയദർശന സ ച സർവഗുണോപേത കൗസല്യാനന്ദവർദ്ധന സമുദ്രൈവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാനിവ വിഷ്ണുനാ സദൃശോ വീര്യേ സോമവത് പ്രിയദർശന കാലാഗ്നി സദൃശ ക്രോധേ ക്ഷമയാ പൃഥിവീ സമ. ബാക്കി വർണ്ണനകൾ അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.